സ്തുതിക്കുന്നു. 15 സങ്കീർത്തനം. നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് ഈ സങ്കീർത്തനം വായിച്ചിട്ടുള്ളവരാണ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പല പ്രാവശ്യം ദൂതുകൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവം എന്നോട് എൻ്റെ ഹൃദയത്തിൽ സന്തോഷിപ്പിച്ച ഒരു സങ്കീർത്തനം 15 സങ്കീർത്തനമാണ്. പ്ലീസ് അലോൺ. സമയമില്ലാത്തതുകൊണ്ടല്ല ചെറിയ സങ്കീർത്തനം വായിച്ചത്. ദൈവം ഈ സങ്കീർത്തനം എനിക്ക് തന്നതുകൊണ്ടാണ് വായിച്ചത്. നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞു സങ്കീർത്തനം വായിച്ചത് അല്ല, ദൈവം ഈ സങ്കീർത്തനം എനിക്ക് തന്നുകൊണ്ടാണ് വായിച്ചത്. പ്ലീസ് അലോൺ. അല്ലെങ്കിൽ സ്തോത്രം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആ പാട്ടും നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആര് വസിക്കും? നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമാണ് ദൈവത്തോടു കൂടെ വസിക്കണമെന്ന്. എല്ലാവരെയും ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ വിടുന്നത്. ഈ യാതനയെല്ലാം കഷ്ടമെല്ലാം സഹിച്ച് നമ്മൾ ദൈവത്തിന് വരുന്ന ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. പക്ഷെ ഞാൻ സങ്കീർത്തനം വായിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ ബുദ്ധിമുട്ടാണ് ദൈവത്തോടു കൂടെ വസിക്കാൻ. വളരെ ബുദ്ധിമുട്ടാണ് ദൈവത്തോട് വസിക്കാൻ. അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തില് നമ്മളെ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന പല കാര്യങ്ങളും ഈ സങ്കീർത്തനത്തിന്റെ താഴായിട്ട് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. ഇതിന്റെ ആദ്യത്തെ വാക്യം ഒരു ചോദ്യവും അതിന്റെ ഉത്തരവാണ് ബാക്കിയുള്ള വാക്യങ്ങൾ. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഉത്തരവാണ് ബാക്കി കൊടുത്തേണ്ടത്. നമ്മൾ ഉത്തരം ആരോട് ചോദിക്കാൻ പോകണ്ട, അതിന്റെ താഴത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ചോദ്യത്തിനുള്ള ഉത്തരം അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശ്വത്തിൽ ആര് വസിക്കും? വളരെ ശാന്തമായി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നിഷ്കളങ്കനായി നടക്കണം. ഒന്നാമത്തെ ക്വാളിറ്റി വേണ്ടത് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ നിഷ്കളങ്കനായി ഇരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ നിഷ്കളങ്കനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്ക ഹൃദയത്തെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് ഇഷ്ടം അങ്ങനെയുള്ള വ്യക്തികളോടാണ്, നിഷ്കളങ്കരായ, കളങ്കമില്ലാത്ത. അതാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാൽ അവരുടെ കളങ്കമില്ല. നമ്മളിപ്പോൾ എത്ര ദേഷ്യപ്പെട്ട എത്ര വേദനിപ്പിച്ച് അവർക്ക് രണ്ട് അടി കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പിന്നെ ഓടി വരും. അവരുള്ളിൽ എന്നെ പപ്പ അടിച്ചല്ലോ, ഞാൻ പപ്പയുടെ അടുത്ത് പോകുന്നില്ല എന്നുള്ളതല്ല, അവരത് മനസ്സിലാക്കാതില്ല. അപ്പം തന്നെ അത് വിട്ടു കളഞ്ഞു. നിഷ്കളങ്കമായ ഹൃദയമാണ് അവരുടെ. ചില കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടിക്കുമ്പോൾ ഒരടി അടിക്കുമ്പോൾ ഇതോടെ കുഞ്ഞുങ്ങൾ ഒരടി അടിക്കുമ്പോഴത്തേക്ക് അവർ വേഗം നമ്മളെ കെട്ടിപ്പിടിക്കും, പിന്നെ അടിക്കാതിരിക്കാൻ വേണ്ടി. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവിടെ നമ്മളെ കെട്ടിപ്പിടിക്കും, പിന്നെ നമ്മൾ അടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വളരെ നിഷ്കളങ്കമായ ഹൃദയമാണ്. ദൈവം പറയുന്നത് നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു ഹൃദയം. ദാവീദ് പറയുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണം. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു ഇതാണ്. നിങ്ങൾ ഇതിന് മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തന്നെ ഒരു കാരണവശാലും. ദൈവം എനിക്ക് തന്ന ഒരു വാക്യമായാണ് നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നിർമ്മലത നമ്മൾ വിട്ടുകളയാനും പോകാനും സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ നിഷ്കളങ്കമായ ഒരു ഹൃദയം ഉണ്ടായി. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ നിഷ്കളങ്കനാണ്. ആ ഒറ്റ സംസാരത്തിൽ നമുക്ക് അറിയാൻ പറ്റും അയാൾ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. നമുക്ക് ചിലവരുണ്ട്, നമ്മുടെ പാസ്റ്ററിന്റെ ഒരു കാര്യം നിങ്ങളാരും ഇല്ല, പാസ്റ്റർ പറയുന്ന ഒരു കാര്യം പറയാം. ആ മനുഷ്യൻ്റെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പലപ്പോഴും പാസ്റ്റർ ഉപയോഗിക്കുന്ന വായി കണ്ടുണ്ട്, അയാളൊരു പാവം പിടിച്ച മനുഷ്യനാണ് നമ്മൾ പറയുന്നത് വാക്കാം. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്ക മനുഷ്യനായത് നമ്മൾ പലപ്പോഴും പറയും. ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ്, ഒരു നിഷ്കളങ്കമായ ഹൃദയം നമുക്ക് വേണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിലുള്ള കുറവശങ്ങളെ നമ്മൾ നികത്തിക്കൊണ്ട് വരികയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യം തന്നെ അതാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കണ്ടുപിടിച്ച് അതിനെ പുതുക്കി അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പല കാര്യം അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ സങ്കീർത്തനം എനിക്ക് വായിക്കാൻ തോന്നുന്ന മനസ്സിലേക്ക് വന്നത്. അപ്പൊ നിഷ്കളങ്കമായ ഒരു ഹൃദയം വേണം. പിന്നെ നീതി പ്രവർത്തിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി നീതി പ്രവർത്തിക്കണം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് നിർത്തും, പാസ് വരുന്നുണ്ടായാലും പെട്ടെന്ന് നിർത്തും. നീതി പ്രവർത്തിക്കണമെങ്കിൽ നിഷ്കളങ്കനായിരുന്നേ പറ്റുള്ളൂ. നിഷ്കളങ്കനല്ലാത്ത ഒരു വ്യക്തിക്ക് നീതി പ്രവർത്തിക്കാൻ കഴിയില്ല. മനസ്സിലായി? ഇവിടെ പറയുന്ന വാക്യതാണ്, നിഷ്കളങ്കനായി നടന്നിട്ട് വേണം നീതി പ്രവർത്തിക്കാൻ. പലരും നീതി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണാനും മറ്റുള്ളവരെ അറിയുവാനും വേണ്ടിയൊക്കെയാണ്. എന്നാൽ നിഷ്കളങ്കതയോടെ നമ്മൾ നീതി പ്രവർത്തിച്ചാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിഷ്കളങ്കനായിട്ട് വേണം പ്രവർത്തിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നും പ്രതീക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറയും. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ പറയും ഞാൻ അവന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുത്താണ്. ഞാനവിടെ ഉയരുക, ഞാനങ്ങ് പോകുമ്പോൾ ഞാനേതാണ് ചെയ്തു കൊടുത്തെന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കനായിരുന്നു ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണുന്നത് നമ്മൾ നിഷ്കളങ്കനായിട്ട് നീതി പ്രവർത്തിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മൾ അറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവം അനേകം നീതി പ്രവർത്തികൾ തുണി പോലെയാണ്.
അതിനകത്തൊന്നും എടുക്കാനില്ല. ദൈവം അതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ആ നീതിപ്രവൃത്തികളിലൊക്കെ നിന്ന് നോക്കിയുമ്പോൾ അതിനകത്ത് ദൈവത്തിന് എടുക്കാൻ വേണ്ടി ഒന്നുമില്ല. അതിനകത്ത് പ്രശംസയും പുകഴ്ചയെല്ലാം നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് പലക്കാലം നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിഷ്കളങ്കമായി അവിടെ നീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിന് അത് വളരെ ഇഷ്ടമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിർമ്മലമായ ഒരു ഹൃദയം. അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാം അങ്ങനെയാണ്. ദാവീദ് ജീവിതത്തിൽ പറഞ്ഞ നിർമ്മലമായ ഒരു ഹൃദയം, അതാണ് എനിക്ക് വേണ്ടത്. നിർമ്മലമായ ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിച്ച് കളയത്തില്ല. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ദിവസം പറയുന്നതോട് ഞാൻ പല കാര്യങ്ങളും ദിവസം ഷെയർ ചെയ്യുമ്പോൾ ദിവസനോട് പറഞ്ഞ കാര്യമാണ്, ദൈവം നീതിയോടെ പ്രവർത്തിക്കും. നീതിയോടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ആ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആ വാക്യത്തിൽ ഒന്ന് എടുത്തു നോക്കി, നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ നീതിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സത്യമാണ്. ഞാൻ ആ ദിവസത്തിന്റെ വാക്കിൽ നിന്ന് ആ കാര്യം എടുത്തു അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നീതിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര പറഞ്ഞാലും ദൈവം കേൾക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യരോട് നമ്മൾ പകവച്ചുകൊണ്ടിരിക്കുക, ഇത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് കേൾക്കുമെന്ന്. നമ്മളിവിടെ തല കുത്തി മറിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും കേൾക്കുന്നില്ല. കാരണം ദൈവം നീതിയുള്ള ദൈവമാണ്, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും നീതി നമ്മുടെ ഭാഗത്ത് വേണം. ദൈവം അതാണ് എപ്പോഴും നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് ദൈവം നോക്കുന്ന നീതിയാണ്. ഞാൻ ഓടിച്ചു പോകാനായിട്ട് സമയമില്ല. അപ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി നീതി പ്രവർത്തിക്കണം. അത് നിഷ്കളങ്കനായി നടന്നിട്ട് വേണം നീതി പ്രവർത്തിക്കാൻ. മൂന്നാമത്തെ കാര്യം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. അവിടെ ഒത്തിരി കാര്യങ്ങൾ ഇത് പറഞ്ഞത്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഹൃദയപൂർവ്വമല്ലാതെ സത്യം നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ദൈവം എടുത്തു പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള സത്യം നമ്മൾ പറയണം. എവിടെ പോവാ സഹോദര? ചുമ്മാ പോവാ. എവിടെ പോവാ സഹോദരി? ഒന്നുമില്ല. നീ നമ്മൾ പറയില്ല, പലപ്പോഴും നമ്മൾ നേര് പറയുന്ന ടീമല്ല. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞങ്ങൾ പറയാം. ഞാൻ പലപ്പോഴും ഞാൻ ഈ വാക്യൊക്കെ വായിക്കുമ്പോൾ എന്നോട് തന്നെ ആദ്യം ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രസംഗം എടുക്കുമ്പോൾ എന്നോട് തന്നെ ആദ്യം പ്രസംഗിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ ഞാൻ മിണ്ടില്ലാതെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കാര്യം ഞാൻ നിങ്ങളോട് നേര് പറയാം. എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങൾ പറയാം. ചില കാര്യങ്ങൾ പ്രസംഗം എടുക്കുമ്പോൾ ആക്കി മാറ്റി നോക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ അത് കാരണം ഞാനിത് പ്രസംഗം ശരിയാവില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് എന്നായിട്ടാണ് ദൈവം അതിനകത്ത് പ്രസാദിക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നീതിയോടെ നമ്മൾ നീതിയായി നടക്കുകയും നിഷ്കളങ്കനായിരിക്കുകയൊക്കെ ചെയ്യണം. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും സിക്ക് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ ആവശ്യമുള്ള കാര്യത്തിലാണ്. എനിക്ക് ഒരു വേദനയില്ല, ഒരു പല്ലുവേദനയില്ല, ഒരു ഇതുമില്ല. ഞാൻ ചുമ്മാ നുണ പറഞ്ഞ് സിക്ക് വിളിക്കുക അല്ലേ? സത്യം ഞാൻ എൻ്റെ ചെയ്തുള്ള കാര്യം പറയണേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഹൃദയപൂർവ്വം അല്ല സത്യം സത്യം ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്നോട് തന്നെ കൊള്ളുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പലപ്പോഴും സത്യം സംസാരിക്കുവാൻ നമ്മൾ മറന്നു പോകുന്നവരാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അസത്യം നമ്മൾ പറയുന്നു. നമ്മുടെ ഒരു സഹോദരൻ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യം പറയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ഈ വാക്യത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. അല്ലാത്ത സത്യമുണ്ട്. അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം എന്ന് ദൈവം എടുത്തു പറയാൻ കാരണം. ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം സത്യമായിട്ട് സംസാരിക്കണം. ഇനി നാവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശരിക്കും വന്നത്. നാവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. ദൈവം എന്നോട് വെളിപ്പെടുത്തി എനിക്ക് പ്രകാശിപ്പിച്ചു തന്നൊരു കാര്യമാണ് നാവിനെ കുറിച്ച് സംസാരിക്കുക. ഈ അവയവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗം, പക്ഷേ സമയം എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അത് ഞാൻ അവസാനം പറയാം. വത്സലനെ അടുത്ത ഒരു വാക്യം വിട്ടി ഞാൻ ഇപ്പോഴത്തെ വായിക്കുകയാണ്. വത്സലൻ നിന്ദനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. വത്സലനെ നിന്ദനായി നമ്മൾ എണ്ണണം. വഷളത്വം പറയുന്നവരെ നമ്മൾ എപ്പോഴും നിന്ദനായി തന്നെ എണ്ണണം. അവനോട് കൂട്ടുചേർന്ന് നമ്മളതിന് വഷളത്വം പറയാൻ വേണ്ടി നമ്മൾ കൂട്ടുചേരരുത് ഒരു കാരണവശാലും. ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുത്തരം വഷളത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൂട്ടുപിടിക്കാനും നമ്മൾ അതിനോട് ചേർന്ന് പറയാനും ഒരിക്കലും പോകരുത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണത്. വഷളനെ നിന്ദനായി തന്നെ എണ്ണണം നമ്മൾ. അതുകൊണ്ട് ഇപ്പം നമ്മളൊരു കൂട്ടുസഹോദരൻ എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുസഹോദരന്മാരെ ബന്ധത്തിൽ ഇതുള്ളൂ, വഷളത്വമായിട്ട് സംസാരിക്കുക അവനോട് നമ്മളവനെ ഉപേക്ഷിച്ച് കളയണമെന്നല്ല, അവനെ തിരുത്തുകയും അവനോട് നല്ലത് സംസാരിച്ചു കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ വഷളായി നിന്ദനായി എണ്ണണം. അത് കഴിയുമ്പോൾ അവൻ കേട്ടില്ലെങ്കിൽ അവനെ വഷളായി തന്നെ നമ്മൾ എണ്ണണം. യഹോഭക്തന്മാരെ ബഹുമാനിക്കണം. യഹോഭക്തന്മാരായ ദൈവദാസന്മാരെല്ലാം നമ്മൾ ബഹുമാനം കൊടുക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ദൈവദാസൻ അതുപോലെ മറ്റുള്ള ദൈവദാസന്മാരെ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. നമ്മളവരെ അനുസരിക്കണം, നമ്മളവരെ കീഴ്പ്പെടണം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം അത് തന്നെ പറയുന്നത്. നമ്മളവർക്ക് അനുസരിക്കണം, അതുകൊണ്ട് നമുക്കൊരു ദോഷം വരാനില്ല. നമ്മളെ
പലപ്പോഴും നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതന്നെ അങ്ങനെ സംസാരിച്ചേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ദൈവജനത്തോട് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കണ്ടുപിടിച്ച് നമ്മളെ തിരുത്തുവാൻ വേണ്ടിയാണ് പല ദൈവത്തിന്മാരോടും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും ദൈവത്തിന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം എന്നോട് സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സംസാരിക്കുന്ന മേഖലകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവമാണ്. കർത്താവ് ഇന്നിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും ദൈവാസം പറയാം. എന്നുവെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതല്ല, നമുക്കൊരു ആ ഒരു വിഷയം എടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ നോക്കിക്കുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ദൈവം എന്നെ ടച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുവാൻ ചെയ്യും. ദൈവാസന്റെ ആ വാക്കുകളിലൂടെ പല ദൈവാസനൂടെ നമ്മളെ ടച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഉള്ളിനെ ശരിക്കും അറിഞ്ഞ് ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ദൈവാസന് കൊടുക്കും, സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും, ദൈവാസന്മാർക്ക് കൊടുക്കും. നമ്മുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് ദൈവം നമ്മളോട് വചനത്തിലൂടെ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം പല ദിവസങ്ങളും ഒരു വാക്കിലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും. ഒരു വാക്കിലെങ്കിലും കർത്താവ് ഇന്ന് എന്നെ തോന്നണം, എന്നെ സ്പർശിക്കണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക, അന്ന് നിങ്ങളെ തൊട്ടിരിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണെങ്കിൽ തൊട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിന് അനുഭവം, ഞാൻ അനുഭവത്തിൽ നിന്നാണ് എല്ലാം പറയുന്നത്. അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ദൈവം സംസാരിച്ച വിധങ്ങൾ, ദൈവം സ്പർശിച്ച രീതികൾ എന്റെ ജീവിതത്തിന് അനുഭവമായി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും ഉണ്ടാക്കുവാൻ. പലപ്പോഴും വാക്കല്ലേ മാറ്റാൻ പറ്റൂല അല്ലേ? പലരും വാക്ക് പറയാൻ മാറിപ്പോകും. ദൈവം വാക്ക് പറഞ്ഞ് ദൈവം മാത്രം വാക്ക് പറഞ്ഞ് മാറത്തില്ല. പലരും വാക്ക് പറയും, പക്ഷെ അതൊക്കെ മാറിപ്പോകും. അത് മനുഷ്യ സഹജമാണ്. നമ്മൾ അവർ പറഞ്ഞ കാര്യമില്ല. വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, വേറെ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് വാക്കേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സത്യമൊക്കെ ചെയ്താണ്, പക്ഷെ വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, വേറെ ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറും. അനേക ദൈവാസന്മാരെ എടുത്തു വയ്ക്കും. അവർ ഉറച്ചു നിന്ന്, അവർ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിൽ, അവർ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം ആ വാക്കിനെ മാനിച്ചാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ, പല കാര്യങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യത്തിൽ നിങ്ങൾ പരീക്ഷ നോക്കണം. ചില കാര്യത്തിൽ, ചില രോഗങ്ങളിൽ, ചില പ്രശ്നങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവത്തോടൊന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ചെയ്ത് നോക്കി. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയാം. നമ്മൾ പാലിക്കാൻ തയ്യാറായിരിക്കണം. ദൈവത്തോട് കാര്യം പറഞ്ഞു, ദൈവമേ നീ എന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളെ പറഞ്ഞു തുടങ്ങി അപ്പൊ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തോട് നമ്മൾ പറയുന്ന വാക്കിന് നമ്മൾ മാറ്റം വരുത്തരുത്. നമ്മൾ ആട്ടത്തിക്കും എല്ലാം നമ്മൾ ഒത്തിരി വാഗ്ദത്തങ്ങളും ഒത്തിരി തീരുമാനങ്ങളൊക്കെ എടുക്കും. പലപ്പോഴും അതിനോട് ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷം ചെയ്യും. അടുത്ത വർഷം ഇതുപോലെ പറയും, ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷത്തേക്ക് നോക്കാം. നമ്മൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ ഓടിപ്പോകാം, ഇത് വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സമയമില്ലാതെ ഓടിച്ചു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം ഞാൻ വായിക്കുന്നത്, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു നാളും കുലുങ്ങി പോവുകയില്ല. ഇത്രയും നാവിന്റെ കാര്യം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറയും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെറുതെ ഒന്നും ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാൻ പറ്റത്തില്ല. നമ്മളവർക്കും വേറെ ഈസി ആയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൂടാരത്തിൽ നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ, ദൈവം സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത കാര്യം പറയാം, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും ഇരിക്കുന്നവന്, ഇതുപോലെ കൂട്ടുകാരൻ അവമാനം വരുത്താതിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ കാര്യമാണ്. നാവ്, നമ്മുടെ നാവ് കുഞ്ഞൊരു അവയവമാണ്, എല്ലില്ലാത്തൊരു സാധനം. ആരെങ്കിലും നാവിന് എല്ലുള്ളതുണ്ടോ? ഇവിടെ ഉള്ളവർ ആരെങ്കിലും? ആരും നാവിന് എല്ലില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ നമുക്ക് വളരെ കുറവാണ്. എല്ലില്ലാത്ത ഇതായ കാരണം എങ്ങനെയും വഴങ്ങും പുള്ളി, ഏത് രീതിയിലും വഴങ്ങും. അതുകൊണ്ട് ഈ സാധനത്തിന് നമുക്ക് അടക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദൈവജനം അങ്ങനെയാണ് പറയുന്നത്. നാവ് ഏറ്റവും ചെറിയൊരു അവയവമെങ്കിലും, ഞാൻ വായിച്ചിട്ടുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ വന്നു. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വാ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കും. നാവും ഒരു തീ തന്നെ. പ്രൈസ് കണ്ടോ? ഈ നാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പലക്കാലം ഞാൻ നാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ശാപത്തിനും കാരണമായിരിക്കുന്ന ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ദൈവം നമുക്ക് തരാൻ വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അനുഗ്രഹം തട്ടി മാറിപ്പോകുന്ന കാരണമാകുന്ന ഒരു സാധനമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്.
ചില അനുഗ്രഹം നമ്മളിലേക്ക് വരുവാൻ കാരണമായിരിക്കുന്നത് ഈ നാവാണ്. ഇവിടെ പറയുന്നു നാവ് ഒരു ചെറിയ അവയവമാണ് നമ്മുടെ ഇതിൽ. വളരെ സൂക്ഷിച്ച് വളരെ ഉള്ളിലാക്കി വളരെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവയവമാണ് നാവ്. പക്ഷെ ഈ സാധനം വളരെ വലിയ കാട് കത്തിക്കുന്നു. ചെറിയ ഒരു കാര്യം മതി ഇവനങ്ങോട്ട് ഒരു കത്തി പിടിക്കും അങ്ങോട്ട്. അപ്പോൾ ഇവിടെ യാക്കോബിന്റെ ലേഖനമാണ്. യാക്കോബ് പ്രവൃത്തിയുടെ അപ്പസ്തലൻ എന്നാണ് യാക്കോബിനെ കുറിച്ച് അറിയപ്പെടുന്നത്. പ്രവൃത്തിയുടെ അപ്പസ്തലൻ ഈ യാക്കോബിനെ പറയുന്നത് യാക്കോബ് പ്രവൃത്തിക്ക് ഒത്തിരി ഇത് കൊടുക്കുന്നുണ്ട്. ചുമ്മാ വായിൽ നമ്മൾ ഒത്തിരി കാര്യം പറയും, ഒത്തിരി ഇത് ചെയ്യണേലും പുള്ളി ഒത്തിരി ഇത് ചെയ്യുന്നില്ല. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു ഇതിനാണ് യാക്കോബ് വില കൊടുക്കുന്നത്. മനസ്സിലായോ? യാക്കോബിന്റെ കാര്യം, യാക്കോബ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പ്രവർത്തിക്കണം, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നമ്മൾ സംസാരിക്കുക അത് ദൈവത്തിന്റെ നാമത്തിന് ഇതിനു വേണ്ടി അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. ചുമ്മാ വായ കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ചുമ്മാ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പ്രവൃത്തിയിൽ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. ചില ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ ഒരു വിശ്വാസത്തിൽ മറ്റുള്ള ചിലവരെ പ്രവൃത്തി കണ്ട് സ്ത്രീകളെ കുറിച്ചാണ് അത് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭർത്താക്കന്മാർ വരാത്ത സ്ത്രീകൾ, ഞാൻ വേറെ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഒരു വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ദൈവത്തിൽ പറയുന്ന കാര്യം പറഞ്ഞത്, അവർ വിശ്വാസത്തിൽ വരാത്ത ഒരു വ്യക്തി, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും എല്ലാം ശരിയാണ്. പക്ഷേ ദൈവത്തിൽ പറയുന്ന ഒരു വാക്യം പറയുകയാണ്, അവർ വിശ്വാസത്തിലേക്ക് കടന്ന് നമ്മുടെ നല്ല നടപ്പ് കണ്ട് അവർ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരും എപ്പോഴും. അപ്പൊ നമ്മൾ വിചാരിക്കുക, ദൈവമേ ഞാൻ എല്ലാം നല്ല നടപ്പായി, ഇതുവരെ വന്നില്ലോ, ദൈവത്തിന്റെ സമയത്ത് വരും, പ്രിയപ്പെട്ട തീർച്ചയായിട്ടും വരും. എന്തെങ്കിലും അവരെ ഉള്ളത്തിൽ കുത്തുകൊള്ളും. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അവൻ ദൈവസ്ഥനെ നേരോടെ നടക്കുന്നത്, അവൻ ദൈവസ്ഥനെ നേരോടെ അവൻ നടക്കുന്നത്, ദൈവികമായിട്ട് നടക്കുന്നത്, ആ പ്രവൃത്തി കണ്ട് അവൻ വരിക തന്നെ ചെയ്യും. അനേകരും ഇതുപോലെ, ഞാനിപ്പോൾ ഒരു ചുമ്മാ എക്സാമ്പിൾ പറയുന്നുള്ളൂ. അതുപോലെ നമ്മളെക്കുറിച്ച് ഓരോരുത്തരെയും മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥ ഒരു ദൈവവൈദ്യനാണെന്ന് നമ്മൾ പ്രതിഫലിപ്പിക്കുമെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കൊണ്ടുവരുന്നുവെങ്കിൽ മറ്റുള്ളവരത് കാണുമ്പോൾ ഇവനൊരു ദൈവവൈദ്യനാണെന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാക്കണം. ഹല്ലേലൂയ. നമ്മൾ വെറുതെ പറയുന്നവരായിട്ടല്ല, എന്ന് കാലം പ്രവൃത്തിയിലൂടെ ഇത് വെളിപ്പെടുത്തി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ യാക്കോബ് പറയുന്നത്, ഹല്ലേലൂയ, യാക്കോബിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നതിന്റെ കാരണം താൻ പറയുന്ന കാര്യങ്ങളെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി നമ്മൾ കാണിക്കണമെന്നുള്ള വലിയ വാഞ്ചയോടുകൂടിയാണ് യാക്കോബ് അത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓടിപ്പോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷെ അത് വളരെ വലിയ കാട് കത്തിക്കുന്നു. ഞാൻ ഈ നാവിനെ കുറിച്ച് ഒത്തിരി എക്സാമ്പിള്, ഒത്തിരി പൊരുത്തങ്ങൾ ഈ വഴി പറയുന്നുണ്ട്. ഒന്ന് കുതിര വലിയ നമ്മൾ പവറൊക്കെ ഇളക്കുന്ന കുതിരശക്തി വെച്ചാണ്. കുതിര വലിയ ശക്തിയുള്ള ജീവിയാണെങ്കിലും ചെറിയൊരു കടിഞ്ഞാണ് കൊണ്ടാണ് അവനെ നിയന്ത്രിക്കുന്നത്. ചെറിയൊരു കടിഞ്ഞാനെ പിടിപിടിക്കുമ്പോഴേക്കും ഇത്ര ഹോഴ്സ് പവറുള്ള സാധനം അവിടെ നിൽക്കും, നമ്മുടെ ഇഷ്ടത്തിന് വരും. കപ്പല് ഞാൻ വായിപ്പിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. കപ്പൽ ഇത്ര വലിയ ഭീമാകരമായ ഒരു കപ്പലാണെങ്കിലും അതിനെ ചെറിയ ചുക്കാൻ വെച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ നിയന്ത്രിക്കും. അവൻ ബോധിച്ചിരിക്കില്ല, എത്ര കാറ്റും കോളും അടിച്ചു കഴിഞ്ഞാലും അവൻ ഇരിക്കുന്ന ചെറിയ സാധനം വെച്ച് അവൻ അങ്ങോട്ട് വരും, ഈ വലിയ കപ്പല്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്നത് തീയും കാടും. പ്രൈസ് ദി ലോർഡ്. തീയും കാടിനെ കുറിച്ച്, കുഞ്ഞൊരു തീ മതി, വലിയൊരു കാട് കത്തിച്ചാമ്പളെ കളയും. ചെറിയൊരു തീ മതി, കുഞ്ഞു തീ കാണുമ്പോൾ ചെറുതാന്ന് നോക്കും, പക്ഷെ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നു. പക്ഷേ അവൻ കത്തിപ്പിടിച്ച്, അവന്റെ ശക്തി വളരെ, അവൻ കത്തിപ്പിടിച്ച് മുഴുവൻ ചാമ്പലാക്കി കളയും. പ്രൈസ് ദി ലോർഡ്. ഇത് നാവിനെ കുറിച്ച് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നാവിനെ കുറിച്ച് യാക്കോബ് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സകലം മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. മനുഷ്യൻ എല്ലാത്തിനും മെരുക്കിയിട്ടുണ്ട്. എത്ര അലർന്ന സിംഹത്തെയും എത്ര പുലിയെയും ഇവൻ മെരുക്കിയെടുത്ത് പറയുന്ന രീതികൾ വരും. പുലി മനുഷ്യൻ എല്ലാത്തിനെയും മെരിക്കാം, പക്ഷേ മനുഷ്യൻ മെരിക്കാൻ പറ്റാത്ത ഒരു സാധനമുള്ളൂ, നാവ്. ഈ സാധനത്തിന് നമ്മൾ മെരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിജയിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ ശക്തമായത് കാണാൻ. ഇനി ഉറവയും വെള്ളവും ഞാൻ പറഞ്ഞു. അടുത്ത എക്സാമ്പിൾ യാക്കോബ് പറയുന്നത് ഉറവയും വെള്ളവും. കാരണം നല്ല ഉറവയിൽ നിന്ന് കയ്പും മറ്റുള്ള ഉറവയിൽ നിന്ന് മോശമായ വെള്ളവും വരത്തില്ല ഒരു കാരണവശാലും. നല്ല ഉറവയിൽ നിന്ന് കയ്പുള്ള വെള്ളവും അല്ലെങ്കിൽ മോശമായതിൽ നിന്ന് നല്ല വെള്ളവും ഒരു കാരണവശാലും പുറപ്പെട്ടു വരത്തില്ല. കാരണം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി തീരും, നമ്മൾ ശപിച്ച് പ്രാർത്ഥിച്ചാൽ ശാപമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണം ഒറ്റ നാവ് കൊണ്ട് നമ്മൾ രണ്ടും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഉറവയിൽ നിന്ന് രണ്ടും മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരത്തില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് നമ്മൾ ശാപവാക്കുകൾ പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ടാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇവനെ കൊണ്ട് സഹിക്കാൻ വളരെ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകണം നമ്മൾ. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മമ്മി എൻ്റെ കുഞ്ഞു മൂത്ത മോനുണ്ടായ സമയത്ത്
കുഞ്ഞു കൊച്ചായിരുന്നപ്പോൾ ഉണ്ടായേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ താഴ്ത്തിരിക്കുമ്പോൾ മമ്മി ഓരോ പ്രാവശ്യം അതിനെ പാല് കൊടുക്കുമ്പോഴും എല്ലാം മമ്മി പറയുന്നൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ആ കുഞ്ഞിനെ മഴയെടുത്തിട്ട് നിന്നെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, നിന്റെ പേര് വലുതാക്കും, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതും. മമ്മി ധാരാളം പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്നെ വലിയൊരു ജാതിയാക്കി തീർക്കും. ഈ ബൈബിളിലെ വാക്ക് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക ഓരോരുത്തരും. ഞാനത് വളരെ ശ്രദ്ധിച്ചു. എനിക്കൊരു വലിയൊരു ജീവിതത്തിലൊരു അനുഭവമായി മാറിയത്. കാരണം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് അനുഭവത്തിൽ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. നിങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, അവരെ കുറിച്ച് അനുഗ്രഹമായി പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കും. ഇപ്പൊ ചില കുശലതയെ കാണാം, അതേ പ്രായത്തിന്റെ. പക്ഷേ അതെല്ലാം മാറിയവൻ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിഷ്ഫലമായി പോകത്തില്ല, അത് വലിയ അനുഗ്രഹമായി മാറും. വലിയ അനുഗ്രഹത്തിലേക്ക് അത് വന്നു കയറും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിർത്താൻ പോവുകയാണ്, ഇനി സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇങ്ങനെ നാവ് ദൈവസം വരുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. വളരെ ഈ നാവിനെ നമ്മൾ നിയന്ത്രിക്കാൻ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എത്ര പലതിനെയും നമുക്ക് പിടിച്ചെടുക്കുവാനും നിയന്ത്രിക്കുവാനും എല്ലാം നമുക്ക് കഴിയുമെങ്കിലും നമ്മുടെ നാവിനെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല. നാവിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഇനി ഞാൻ ഇവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് പറയണമെന്ന്. പക്ഷേ സമയമില്ല, ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാവിനെ നമ്മൾ നിയന്ത്രിക്കുവാൻ ഒത്തിരി ഞാൻ ഓടിച്ച് 12 വിധ കാര്യങ്ങളുണ്ട്. 1 കുരള പറയുക, 2 ഏഷണി പറയുക, 3 കള്ളസാക്ഷ്യം പറയുക, അപവാദം പറഞ്ഞുണ്ടാക്കുക, കുശുകുശുപ്പുണ്ടാക്കുക, പരദൂഷണം പറയുക, ദോഷാരോപണം, വൃഥാ സംഭാഷണം, വായാടികളാവുക, അതുപോലെ തന്നെ വ്യാജം പറയുക, അപകീർത്തിപ്പെടുത്തുക, നാവ് കൊണ്ട് വഞ്ചിക്കുക. ഇങ്ങനെ 12 കൂട്ടം കാര്യങ്ങൾ നാവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഞാൻ ഇതിനോട് ബന്ധത്തിൽ എനിക്ക് പറയാൻ സമയമില്ല. പക്ഷെ എങ്കിലും ഇന്ന് തൽക്കാലം നമ്മുടെ നാവിനെ യാക്കോബ് പറയുന്ന പോലെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം പറയുന്ന ആകാത്ത നമ്മളൊന്നും പറയരുത്. അനുഗ്രഹമായ വാക്ക് നമ്മൾ പറയുക. മറ്റുള്ള ആളിനെ കൊണ്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാവ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. മറ്റുള്ളവരെ കുറിച്ച് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ദൈവത്തെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എന്നോട് തന്നെ ഇടപെട്ട എനിക്ക് കാരണം ചെയ്യും. നിങ്ങളോട് ഒരു ദോഷം ചെയ്യാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾ ചണ്ട കൂടരുത്. ഒരു ദിവസം ഞാൻ വായിച്ചപ്പോൾ എന്നോട് ഇടപെട്ടൊരു വാക്യാണ്, ഒരു ദോഷം ഞാൻ ആരോടെങ്കിലും എഴുതിട്ടോ അവരെ കാണുമ്പോൾ നമുക്ക് വെറുതെ ചുമ്മാ ഒരു അഹങ്കാരം, ചുമ്മാ ഒരു ചിലപ്പോൾ ഉണ്ടായിപ്പോൾ. പക്ഷെ നമ്മൾ ദൈവത്തിന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊരു ദോഷം ചെയ്യാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾ വെറുതെ ശണ്ടയ്ക്ക് പോകരുത്, ശണ്ട കൂടരുത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ ഈ ദൈവവചനത്തിൽ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷിക്കുവാനും ഇടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തൽക്കാലം നാവിനെ ഈ വിധ കാര്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു മാത്രമേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മളൊന്നും നമ്മുടെ നാവ് കൊണ്ട് ഒന്നും മറ്റുള്ള അവാദം പറയും. ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് മറ്റൊന്നും നമ്മൾ പറയാൻ തുനിയരുത് ഒരു കാരണവശാലും. മറ്റുള്ള അനുഗ്രഹത്തിന്റെ വാക്കുകളെ നമ്മൾ ഉച്ചരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഈ നാവിനെ നമ്മൾ അടക്കി നമ്മൾ അടിമപ്പെടുത്തി ഹല്ലേലൂയ ദിവസങ്ങളിൽ നമ്മൾ ജീവിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ദിവസങ്ങളിൽ ഇരിക്കുന്നു.